അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും പ്രൈസ് ആയിരിക്കുമല്ലോ നോക്കുന്നത്. So our Ford launches for 8GB 128GB price is the of 36,000 രൂപ only. അതിന്റെ പ്രൈസ് ആരും കൈ അടിക്കുന്നില്ല. 8GB 256GB പ്രൈസ് ആണ് 38,000 രൂപ only. 12GB 256GB പ്രൈസ് ആണ് 40,000 രൂപ. ക്രിഞ്ച് അല്ലേ? അണ്ണന്റെ ഫോണിൽ ചാർജർ ഉണ്ടായിരുന്നു. അല്ല, അത് ഭൂമിയുടെ ഈ ശാസ്ത്രത്തിന്റെ ഇല്ലല്ലേ, പുഴുങ്ങി തിന്നാൻ വെച്ചേക്കായിരിക്കും. ശരി എടാ, നീ കൂള് കളിക്കല്ലേ, ഞങ്ങളുടെ നിന്നേലൊക്കെ വാല്യൂ ഉള്ള ബ്രാൻഡാ കേട്ടോ. തള്ളിനൊരു കുറവുമില്ല. ഇയാൾ വല്ല ഫോൺ ഇറക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇറക്കും വൈകാതെ. ഇപ്പൊ ഞാൻ അതിന്റെ തള്ളിലാച്ചു, അതിന്റെ പ്രൊമോഷനിലാണ്. താൻ ഇങ്ങനെ ഹൈപ്പ് വെച്ചോണ്ടിരിക്കത്തുള്ളൂ, താൻ ഇറക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയാൽ ഞങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. എൻ്റെ Neo 7 Pro അതിനേലും ഭേദമാണ് കേട്ടോ. അത് ഇയാൾ ഫോൺ ഇറക്ക്, തേട്ടുകാരാ ക്രിഞ്ച്. ക്രിഞ്ചാൻ വന്നേ. അപ്പൊ ശരി. ഫൈനലി 2024 വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഫോൺ ഇന്ന് ലോഞ്ച് ആയിരിക്കുകയാണ്. iQന്റെ സ്വന്തം Neo 9 Pro. അതെ, iQ കഴിഞ്ഞ വർഷം ഇറക്കിയ iQ Neo 7 Proന്റെ ചേട്ടൻ, അല്ലെങ്കിൽ അപ്ഗ്രേഡഡ് വെർഷൻ, പുതിയത് iQ Neo 9 Pro. അപ്പം 7 Pro എടുത്ത സ്ഥിതിക്ക് 7 Proയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. 7 Pro യൂസ് ചെയ്ത വ്യക്തി എന്ന നിലയിൽ ഒരു 90% ഈ ഒരു ഫോൺ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. 10% പ്രശ്നമുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ നമ്മുടെ റിവ്യൂവിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 10% ഇവിടെ പരിഹരിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീഡിയോയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു ഫോണിനെ പറ്റി ഉറപ്പായിട്ടും പോസിറ്റീവാக പറയാൻ സാധ്യത കൂടുതൽ, നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട് അത് പറയും. പക്ഷേ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ആരും കാണത്തില്ല. കാരണം ഞാൻ എന്നെ എനിക്കറിയത്തില്ല, ഞാൻ നെഗറ്റീവ് പറഞ്ഞ ഫോൺ റിവ്യൂസ് മാത്രം കുറേ പേര് കാണുന്നുണ്ട്, അവർ കമന്റ് ചെയ്യുന്നുണ്ട്, ബ്രോ എല്ലാ ഫോൺസും നെഗറ്റീവ് ആണല്ലോ എന്ന്. ഇപ്പം ഞാനിത് പറയാൻ പോകുന്ന പോസിറ്റീവ്. നിങ്ങൾ നോക്കിയോ, നിങ്ങൾ ഈ കമന്റ് സെക്ഷൻ നോക്കിയോ, ഈ ഒരു കമന്റ് സെക്ഷനിൽ നിങ്ങൾ ആ ഒരു നെഗറ്റീവിന്റെ ആ ഒരു കമന്റ് കാണത്തില്ല. കാരണം ആ നെഗറ്റീവ് കമന്റ് ഇട്ടവർ ഈ വീഡിയോ കാണുന്നില്ല. അതാണ് എനിക്കറിയത്തില്ല യൂട്യൂബ് അണ്ണൻ എങ്ങനെ ഈ അൽഗോറിതം സെറ്റ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ട് അവരിലേക്ക് എത്തിക്കുന്നില്ല? നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിൽ നെഗറ്റീവ് പറയാറില്ല. ഞാൻ ഇടയ്ക്ക് പോസിറ്റീവ് പറഞ്ഞ വീഡിയോ ആരും കാണാറില്ല. എനിക്കത് നല്ല സങ്കടമാണ്. കാരണം ഇവർ കാണുമ്പോൾ എപ്പോഴും ഇവർക്ക് റെക്കമെൻഡേഷൻ വരും ഞാൻ നെഗറ്റീവ് തംബ്നെയിൽ കൊടുത്തേക്കുന്ന വീഡിയോ. മീൻസ് ഫോൺ നെഗറ്റീവ് ആണെങ്കിൽ ഫോൺ അത്ര പോരെങ്കിൽ ഞാൻ അതിനനുസരിച്ച് തംബ്നെയിൽ കൊടുക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അതിലേക്ക് ക്ലിക്ക് ചെയ്യും. പക്ഷേ പോസിറ്റീവ് വന്ന ഫോൺസ് ലൈക്ക് OnePlus, പിന്നെ പോക്കോ, ഇതൊന്നും ആരും കാണത്തില്ല. എന്തൊരു കഷ്ടമെന്ന് ആലോചിക്കുമ്പോൾ. എന്തായാലും കണ്ടവരൊക്കെ കണ്ടു. പിന്നെ ഇത് ഒപ്പീനിയൻ വീഡിയോ ആണ്, എൻ്റെ ഫോണില്ല. പക്ഷേ എൻ്റെ 9 Proൻ്റെ അനിയൻ 7 Pro ഉണ്ട്. കൂടാതെ തന്നെ 9 Proൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം കൂടെ എൻ്റെ ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ 8.34mm തിക്നെസ് ആണ്, 190 ഗ്രാമാണ് വെയിറ്റ്. ഗ്ലാസ് ബിൽഡിന് 196 ഗ്രാം. വെയിറ്റ് ആക്ച്വലി വളരെ നല്ല രീതിയിലാണ് മാനേജ് ചെയ്തിരിക്കുന്നത്. കാരണം 5160 mAh ബാറ്ററി അവർ ഇത്രയും സ്ലിം പോയിന്റിലേക്ക് കൊണ്ടുവന്നു. അത് Neo 7 Pro വെച്ച് നോക്കുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ്. Neo 7 Pro എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ച് തന്നെയാണ്, പക്ഷേ 5000 ഉള്ളൂ ഇതിനകത്ത് ബാറ്ററി. അപ്പം ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നല്ലൊരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്, ഞാൻ ഇവിടെ കൂടുതൽ ഫോഴ്സ് ചെയ്യാറില്ല. രണ്ട് വേരിയന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ Neo 9 Proയ്ക്ക് 7 Pro പോലെ 7 Pro എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് കട്ടൗട്ടിലാണ് ക്യാമറ വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ട് സെപ്പറേറ്റ് ഒരു ചെറിയ ഒരു ഹെക്സഗണൽ അല്ല ആ ഒരു ടൈപ്പിൽ ഒരു മോഡ്യൂൾ, ഒരു ഓവൽ മോഡ്യൂൾ പോലാണ് ക്യാമറ മോഡ്യൂൾ. അത് കുഴപ്പമില്ല, അത് വലിയ കുഴപ്പമില്ല. പിന്നെ ഇവരുടെ ഡുവൽ ടോൺ ഫിനിഷ് എന്ന് പറയുന്നത് ഗെയിമേഴ്സിനെ ടാർഗറ്റ് ചെയ്താന്ന് തോന്നുന്നു. ബിൽഡ് ആൻഡ് ഡിസൈൻ ഈസ് പേഴ്സണൽ പെർസ്പെക്റ്റീവ്. അടുത്താണ് നമുക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.78 ഇഞ്ചിന് 1.5K റെസൊല്യൂഷനുള്ള 80 LTPO ഡിസ്പ്ലേ ആണ്, OLED ഡിസ്പ്ലേ ആണ്. ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് ഒരു Neo 9 Proന്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞാൽ വിഷൻ OS ഡിസ്പ്ലേ ആണ്. അതായത് ഇറ്റ്സ് എ ഓക്കെ ടൈപ്പ് ആംബുലഡ്. ഓക്കെ എന്നല്ല, ഏറ്റവും ഹയസ്റ്റ് റാങ്കിലുള്ള, ഒരു 4th റാങ്കിലുള്ള AMOLED ഡിസ്പ്ലേ ആണ്. ബട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ നല്ലതെന്ന് തന്നെ പ്രതീക്ഷിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. 1400 നിറ്റ്സിന്റെ ഗ്ലോബൽ ബ്രൈറ്റ്നസ് ആണുള്ളത്. പിന്നെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ഉണ്ട്. അപ്പം ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 7 Proയിൽ നമുക്ക് 1080p ആയിരുന്നു, ഇവിടെ 1.5K, ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ 10 bit ആണ്. ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും പറയാനില്ല, നല്ല ഡിസ്പ്ലേ ആണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ആകർഷണത്തിലേക്ക് നോക്കാം. Qualcomm Snapdragon 8 Gen 2. ഈ ഒരു ചിപ്സെറ്റ് വെക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും പ്രൈസിലേക്ക് ചിന്തിക്കുന്നത്. ഈ ഒരു ചിപ്സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രൈസ് അവിടെ പോകും. ഇതാണ് എല്ലാ ടെക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അപ്പം 8 Gen 2 പെർഫെക്റ്റ്ലി പ്ലേസ്ഡ് ആണ്. കാരണം 8 Gen 2 എന്ന് പറഞ്ഞ സാധനം വെച്ചതും അതിൻ്റെ പ്രൈസുമായിട്ട് നല്ല രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. സോ 8 Gen 2നെ പറ്റി കൂടുതലായിട്ട് വിശദീകരിക്കണമെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റാണ് ഈ വർഷം ഇറക്കി. എന്നാലും ഞാൻ പറഞ്ഞില്ല, 8+ Gen 1 തൊട്ട് ഓൾറെഡി ഒരു സാച്ചുറേഷൻ പോലെയാണ് പെർഫോമൻസ് നിൽക്കുന്നത്. കാരണം ഈ ഒരു ലെവൽ പെർഫോമൻസ് വേണ്ട ആപ്ലിക്കേഷൻസ് വളരെ വളരെ ചുരുക്കമാണ്. നോർമൽ ഡേ ടു ഡേ ടാസ്കിൽ ഈ ഒരു ചിപ്സെറ്റിൻ്റെ ലെവലിലുള്ള കാര്യങ്ങളെ ഉള്ളൂ നിലവിൽ. ഈ ലെവലിലല്ല, ലെവലിലും താഴെ. ഈ ഒരു ചിപ്സെറ്റിനെ ഓവർ പവർ ചെയ്യുന്ന ഒരു വസ്തു
അങ്ങനെ ഇല്ല, അങ്ങനെ പറയാൻ പറ്റിയ ആപ്ലിക്കേഷൻ ഒന്നുമില്ല. പിന്നെ ഗെയിംസിൻ്റെ കാര്യം പറയാൻ വേണ്ട ജെൻഷിൻ ഇമ്പാക്റ്റ് ഒരു പരിധി വരെ പറയാം. ബട്ട് എന്നാലും ഡേ ടു ഡേ ടാസ്ക് ചെയ്യുന്ന പറ്റിയ ആപ്പുകൾ വളരെ കുറവാണ്. മേ ബി കാണാം, പക്ഷെ എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല, പക്ഷേ മേ ബി കാണാം, എന്നാലും വളരെ കുറവേ ആയിരിക്കുള്ളൂ. സോ 8 Gen 2 അടിപൊളി. കൂടാതെ LPDDR5X റാം ടൈപ്പാണ്. പിന്നെ ചില കമ്പനികൾ പറയുന്ന പോലെ ലോഞ്ച് ഇവൻറ്റിൽ 4.0 അല്ലെങ്കിൽ വെബ്സൈറ്റിൽ 4.0 വെച്ചിട്ട് പെട്ടെന്നൊരു സൂപ്പറാത്ത് ഞങ്ങൾ 3.1 തരുന്നെന്ന് പറ്റിക്കുന്നില്ല കേട്ടോ. ആർക്കിട്ടാന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 1 - അണ്ണനിട്ട് തന്നെ. അതെ, ഞാൻ അത് പറയുന്നില്ല എന്ന് സങ്കടമുള്ളേ. അപ്പം LPDDR5X റാം ടൈപ്പാണ്. UFS 4.0 256 GB റാം വേരിയൻ്റുണ്ട്. അതായത് 8/256-നും 12/256-ലും നിങ്ങൾക്ക് UFS 4.0 കിട്ടും. കൂടാതെ 8GB 128 GBക്ക് നിങ്ങൾക്ക് UFS 3.1 ഉള്ളൂ. അത് അതിനെപ്പറ്റി വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം ഇവിടെ കറക്റ്റായിട്ട് സ്പെസിഫൈ ആയിട്ടുണ്ട് 256 GBക്ക് UFS 4.0 ഉണ്ടെന്ന്. ഇനി പലർക്കും ഒരു ഡൗട്ട് കാണും, എന്തുകൊണ്ടാണ് ബ്രോ 128-ൽ UFS 4.0 വെക്കാത്തതെന്ന്. സ്റ്റോറേജ് ടൈപ്പിന് പുതിയ ജനറേഷനാണ് ഈ 4.0. അപ്പോൾ ഈ പുതിയ ജനറേഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് 256 GB മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഈ 4.0 ടൈപ്പ് വെക്കാൻ പറ്റുള്ളൂ. കാരണം മീൻസ് ഇന്റേണലി കാരണം എനിക്ക് വലിയ രീതിയിൽ അറിയില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് ആണ് അത്രയും സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അതായത് അത്രയും എമൗണ്ട് ഓഫ് സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും റീഡ് റൈറ്റ് സ്പീഡ് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു അഡ്വാൻസ്ഡ് ജനറേഷൻ 4.0ക്ക് 256-ലും തുടങ്ങാമെന്ന് പറയുന്നത്. 128 GB സപ്പോർട്ട് ചെയ്യത്തില്ല, അതായത് തരാത്തതല്ല, സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. സോ ഇതാണ്, അല്ലാത്തവർക്ക് 3.1 കിട്ടും. ഓക്കെ ഫൈൻ. ഇനി സോഫ്റ്റ്വെയർ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ Android 14, FundaChoice 14. FundaChoiceനെ പറ്റി പറയുകയാണെങ്കിൽ ബഗ് അത്യാവശ്യമുണ്ട്. എന്തായാലും ഞാൻ നിലവിൽ എൻ്റെ ഫോണിൽ ഒരു 5 ബഗ് മിനിമം, അതായത് റെയറായിട്ട് 5 ബഗ് വരാറുണ്ട്. അത് പല സ്ഥലത്തൊക്കെ ആയിരിക്കും. ഞാൻ കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് വെച്ച് ഞാൻ ഒരു കണക്ക് പറഞ്ഞുള്ളൂ. ബഗ്സ് അത്യാവശ്യമുള്ളതാണ്, പക്ഷേ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, ആഡ്സ് പറഞ്ഞ സാധനം എല്ലാം നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്ന iQ Neo 7 Proയിൽ ആഡ്സ് എല്ലാം ഓഫ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഒരു രീതിയിലുള്ള ആഡും ഇല്ല. ഈവൻ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻസോ ഇവരുടേതായ നോട്ടിഫിക്കേഷനോ ഒന്നുമില്ല. ക്ലീൻ ആണ്. അറ്റ് എ ഗ്ലാൻസ് പോലും ഓഫ് ആക്കിയിട്ട. പക്ഷേ ഇത് നിങ്ങളിത് ഓഫ് ആക്കാതെ ഫോൺ സെറ്റ് ചെയ്യുവാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ആഡ് ചെറുതായിട്ടൊക്കെ വരാം. എന്നാലും വലിയ റെഡ്മി, റിയൽമി പോലൊന്നും വരത്തില്ല, അത് ഞാൻ ഉറപ്പ് വരാം. പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ 100% ആഡ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാം. ബ്ലോട്ട്വെയർസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിക്കത് അൺഇൻസ്റ്റാളബിൾ ബ്ലോട്ട്വെയർസ് ആണ്. പിന്നെ iQന്റെ കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമേ സ്റ്റോർ, ഗ്ലോബൽ അങ്ങനെ കുറേ ചെറിയ ചെറിയ ആപ്പൊക്കെ ഉള്ളൂ. അത് മൈൻഡ് ചെയ്യേണ്ട. പിന്നെ അവരുടെ ബ്രൗസർ ഉണ്ട്, ഒരു പന്ന ബ്രൗസർ ഉണ്ട്. എന്തായാലും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പം സോഫ്റ്റ്വെയർ ശരിയാണ്. ഈ ഒരു ഫോണിന്റെ ചെറിയൊരു വീക്ക് സോൺ എന്ന് ഞാൻ പറയും. കാരണം ഇപ്പം Neo 7 Proയിൽ ആ ചെറിയ ബഗ്സ് ഒക്കെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ 37,000 രൂപ കൊടുക്കുന്ന ഫോൺ അങ്ങനെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അത് അത്ര നല്ലതല്ല. ഫിക്സ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇവിടെ നമുക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, 3 വർഷത്തിന് OS അപ്ഡേറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്ലെയിം ഒക്കെ iQ നടത്തുന്നത്. വളരെ സന്തോഷം. സോഫ്റ്റ്വെയറോടെ പരിഹരിക്കുകയാണെങ്കിൽ ഓൺ പോയിന്റ് പെർഫെക്റ്റ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. അടുത്തായിട്ടുള്ള മെയിൻ കാറ്റഗറിയാണ് ക്യാമറ. അതെ, 50 മെഗാപിക്സലിന് സോണിയുടെ IMX920 OIS ഉള്ള സെൻസറാണ് മെയിൻ. 8 മെഗാപിക്സൽ അൾട്രാ വൈഡും പ്രഹസനമില്ല. അതെ, സന്തോഷം. Neo 7 Proയിൽ പ്രൊസസർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ചൈനീസ് വേരിയന്റിൽ പ്രൊസസർ ഉണ്ടായിരുന്നു. ഇവിടെ ഹാപ്പിലി ആൻഡ് സാഡ്ലി പ്രഹസനമില്ല. ഇതിന്റെ അർത്ഥം നമ്മുടെ ചാനൽ അവർ കാണുന്നുണ്ടെന്നാണോ? ചുമ്മാ. അപ്പോൾ പ്രഹസനമില്ല. അപ്പം ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ സർപ്രൈസ് ഇവിടെയാണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ Neo 9 Proൻ്റെ കാണിച്ചു തരാം. ഈ ക്യാമറ സാമ്പിൾസ് എല്ലാം iQന്റെ ഒരു പ്രത്യേക ഈവെൻറ്റിൽ, അതായത് ഇതിന് മുമ്പേ ഒരു പ്രീ സെഷൻ എന്ന രീതിയിൽ ലോഞ്ചിന് മുമ്പേ നടത്തിയ ഒരു ഇവൻറ്റിൽ ഗിരീഷ് ടെക്കി എന്ന് പറഞ്ഞ യൂട്യൂബർ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അദ്ദേഹം എനിക്ക് അയച്ചു തന്നാണ്. അപ്പോൾ ഗിരീഷ് ബ്രോൻ്റെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് താല്പര്യമുണ്ട് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നല്ല കണ്ടൻറ്റാണ്. അപ്പം ഗിരീഷ് ബ്രോ കുറച്ച് എനിക്ക് സാമ്പിൾസ് എനിക്ക് അയച്ചു തന്നെ. അപ്പോൾ ഞാൻ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചാണ്. കാരണം പുള്ളി ആ ഒരു ലോഞ്ച് ഇവൻറ്റ് പോയായിരുന്നു എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം പാരലി ഞാൻ സാമ്പിൾസ് വെച്ചപ്പോൾ എനിക്ക് അയച്ചു തന്നു. അവിടെ നിന്ന് കിട്ടിയ സാമ്പിൾസ് അനുസരിച്ച് ഞാൻ നോക്കി. അപ്പോൾ ഞാൻ സാമ്പിൾസ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് കൂടുതൽ ഷോട്ട്സ് ഒന്നുമില്ല, ആകെ ഒരു 5-6 ഫോട്ടോസ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ റെയർ ക്യാമറയെ പറ്റി നോക്കുമ്പോൾ Neo 7 Proൻ്റെ അതേ റെയർ ക്യാമറ ലെവലാണ്. അതായത് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലുതായിട്ടൊന്നും പറയാനില്ല. ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് Neo 7 Proൻ്റെ ഓൾറെഡി അടിപൊളിയായിരുന്നു. ലാൻഡ്സ്കേപ്പ്, അതായത് ഹ്യൂമൻ സബ്ജക്റ്റ് ഇല്ലാത്ത ഫോട്ടോസ്, സെയിം ആ ഒരു വൈബ് തന്നെ. ഇവിടെ ഇച്ചിരി കൂടെ നൈറ്റ് മോഡല്ല, ലോ ലൈറ്റ് പെർഫോമൻസ് അല്ലെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ Neo 7 Proൻ്റെ പ്രധാനപ്പെട്ട ക്യാമറയുടെ പോരായ്മ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സബ്ജക്റ്റ് ആണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഫോട്ടോ എടുത്തു കഴിയുമ്പം എനിക്കറിയില്ല, എൻ്റെ ഫോണിൽ ഒരു വെളുത്ത ഗ്ലോ വരുന്നുണ്ട്. അത് ഭയങ്കര വൃത്തികെട്ടൊരു ഗ്ലോ ആണ്, ഒരുമാതിരി മടുപ്പാക്കുന്ന ഒരു ടൈപ്പ് ആ ഒരു ഗ്ലോ ആണ്. ചില സാഹചര്യത്തിൽ ചില സമയത്ത് അത് വരത്തില്ല, അത് ഹിറ്റ് ആൻഡ് മിസ് ആണ്. ചില സമയത്ത് വരത്തില്ല. ആ ഒരു പ്രശ്നം Neo 9 Proയിൽ ഇല്ല. പക്ഷെ Neo 9 Proയിൽ സ്കിൻ ടോൺ ലേശം Neo 7 Pro പോലെ തന്നെ ചെറുതായിട്ടൊന്ന് വെളുപ്പിക്കുന്നുണ്ട്. ഒരു മൈനർ സ്കിൻ ടോൺ വെളുപ്പിയിട്ടുണ്ട്. ഫോട്ടോ നോക്കുകയാണെങ്കിൽ യെസ്, സോഷ്യൽ മീഡിയ ടൈപ്പ് റെഡിയാണ്. അതായത് ഇച്ചിരി ബൂസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ്. പക്ഷേ ലാൻഡ്സ്കേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെൽഫി
എനിക്ക് നിയോ 7 പ്രോൻ്റെ ആയിട്ട് വലിയ രീതിയിലൊന്നും തോന്നുന്നില്ല. ഒരു മൈനർ ഇമ്പ്രൂവ്മെന്റ് എന്ന് വേണം പറയാം, അല്ലാതെ മേജർ ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നില്ല. സോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സോണി ഉപയോഗിച്ചിട്ടും അങ്ങനെ വലിയൊരു മാറ്റമൊന്നും പറയാനില്ല. ചെറിയൊരു, അതായത് നിയോ 7 പ്രോ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്, പക്ഷേ കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോഴും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആ ഒരു സെൻസറിൻ്റെ കേപ്പബിലിറ്റി വെച്ച് അത്രയും ആയിട്ടില്ല. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു ഫോട്ടോ സാമ്പിൾസ് ഉണ്ട്, ആ ഫോണിൽ ഡയറക്റ്റ് എടുത്ത ഫോട്ടോസാണ്. നിങ്ങൾക്ക് വേണേൽ താഴെ വാട്ടർമാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് കൺഫേം വേണമെങ്കിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ അയച്ചു തരാം അത്. അപ്പം ഞാൻ കണ്ടിട്ട് എനിക്ക് അതാണ് തോന്നുന്നത്. അപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റിൽ ഫിക്സ് ആയെങ്കിലും സ്കിൻ ടോണിൻ്റെ പ്രശ്നമാണ്. ഇനി ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എനിക്ക് കിട്ടിയില്ല, പക്ഷേ കണ്ടെടുത്തോളം ആർട്ടിഫിഷ്യൽ ലൈറ്റിലുള്ള വെച്ച് അത്രയും നല്ലതാണെങ്കിൽ ഓഫ് കോഴ്സ് ലാൻഡ്സ്കേപ്പ് മികച്ചതായിരിക്കും. നിയോ 7 പ്രോൻ്റെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. പക്ഷേ ഹ്യൂമൻ സബ്ജക്റ്റ് വരുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വെറുപ്പായത് ഈ ക്യാമറ. ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്ലൈറ്റ് ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയാം. അത് നിയോ 7 പ്രോ വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ആണ്. ആ ഒരു സെഗ്മെന്റിൽ ഡീസെന്റ് ഗുഡ് ആ ലെവൽ എന്ന് പറയാം, അല്ലാതെ ഒരു എക്സലന്റ് ക്യാമറ സെറ്റപ്പ് അല്ല. വീഡിയോ ക്വാളിറ്റിയും തരക്കേടില്ല, നല്ലതാണ്. പിന്നെ 8K നമുക്ക് റെക്കോർഡിംഗ് ഉണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസിൽ 8K ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 8K റെക്കോർഡിംഗ് ഉണ്ട്. സോ ഈ ഒരു കാര്യത്തിൽ മാത്രമേ ചെറിയൊരു ഡൗൺ സൈഡ് ഉള്ളൂ, ബാക്കിയെല്ലാം കൊള്ളാം. ഇനി എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ USB 2.0 തന്നെയാണ് ഇവിടെ. Wi-Fi 7 ഉണ്ട്, പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്, NFC ഇല്ല, IP54 സ്പ്ലാഷ് പ്രൂഫ് ഉള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, പിന്നെ 3000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് അത് ഗിമിക്കാണ്, അത് നിങ്ങൾ കൂടുതൽ നോക്കണ്ട, ഞാൻ അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. IR ബ്ലാസ്റ്റർ ഉണ്ട്, പിന്നെ അത്യാവശ്യം എല്ലാ 5G ബാൻഡ്സും ഉണ്ട്. പിന്നെ ചില ഗെയിംസിന് 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇവരുടെ ഡുവൽ ചിപ്പ് പരിപാടിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് നമ്മൾ വലിയ കാര്യമാക്കുന്നില്ല, കാരണം പ്രാക്ടിക്കൽ ലൈഫിൽ ഡുവൽ ചിപ്പ് എന്ന് പറയാനേ പറ്റുള്ളൂ. ഇവർ തള്ളും, പക്ഷേ നമ്മൾ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. സോ എക്സ്ട്രാ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. സോ എക്സ്ട്രാ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നിയോ 7 പ്രോന് ഒരു പടി മുകളിൽ തന്നെയാണ് ഇത്. LPDDR5X UFS 4.0 എന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു പടി മുകളിലാണ്. കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ബാറ്ററി ബാക്കപ്പിലേക്ക് വരുവാണെങ്കിൽ 5160 mAh ബാറ്ററിയും 120 വാട്ട്സിന്റെ വയേർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. കൂടാതെ PD ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 65 വാട്ട്സിന്റെ. ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് കൂടുതലൊന്നും പറയാനില്ല, മൈനർ ഒരു ബാറ്ററി ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. 5160 ആക്കി, ഇത് ഇവിടെ 5000 ആയിരുന്നു, 5160 ആക്കി. സോ ഓവറോൾ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം സ്പെസിഫിക്കേഷൻ പോയിന്റ്. ഇനി പ്രൈസോട് നിങ്ങൾ കേട്ടോ. 8GB 128GB പ്രൈസ് ആണ് 35,999, അതായത് 36,000 രൂപ. 8GB 256GB റെഗുലർ പ്രൈസ് എന്ന് പറയുന്നത് 38,000 രൂപയാണ്. ഇനി 12GB 256GB റെഗുലർ പ്രൈസ് എന്ന് പറയുന്നത് 40,000 രൂപയാണ്. എയർലി ബിഡ് പ്രൈസ് എന്ന രീതിയിൽ ഫെബ്രുവരി 26 വരെ 8GB 256GB വേരിയന്റിന് നിങ്ങൾക്ക് 37,000 രൂപ കൊടുത്താൽ മതി, അതായത് 1000 രൂപ ഡിസ്കൗണ്ട്. ഇനി 256ന് 39 കൊടുത്താൽ മതി. സോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പെർഫെക്റ്റ്ലി പ്രൈസ്ഡ് ആണ് ഈ ഫോൺ. അതായത് നമ്മൾ നമ്മൾ ഈ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക എന്നുള്ള പ്രൈസ് അല്ല. അങ്ങനെ ഒരു പ്രൈസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ബ്രാൻഡിന്റെ അവസ്ഥ വെച്ച്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മൾ ലീക്കിനകത്തൊക്കെ കണ്ട് 38-39 8-256ന്. അപ്പം ഇവിടെ 38 വെച്ചേക്കുന്നത്, അവിടെ പറഞ്ഞ് 39 ലീക്കിൽ വന്നത്. സോ ഇനി എയർലി ബിഡ് നോക്കുകയാണ് 37 ഉള്ളൂ. സോ അതെല്ലാം വെച്ച് പെർഫെക്റ്റ്ലി പ്രൈസ്ഡ് ആണ്. ഇനി 8128 മാത്രം നോക്കുകയാണെങ്കിൽ 36,000 രൂപ വാല്യൂ. ഇതൊന്നും അല്ല, 2,000 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് ബാങ്ക് കാർഡ് ഉണ്ടെങ്കിൽ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഫോണിന്റെ റെഗുലർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 34,000 8128ന്. ഇനി മറ്റേ വേരിയന്റ് നോക്കുകയാണെങ്കിൽ അതിന് 35 രൂപയുള്ളൂ, അതായത് 37,000 രൂപയുടെ 8256ന് ബാങ്ക് ഡിസ്കൗണ്ടോടെ യൂസ് ചെയ്യണ 35,000 ആണ്. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഫോൺ കണ്ണ് മടച്ച് മേടിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പായി മാറും. സോ അതാണ് പെർഫെക്റ്റ്ലി പ്രൈസ്ഡ്. എൻ്റെ വായിന്ന് പോസിറ്റിവിറ്റി കേൾക്കാത്തവർക്ക് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, പെർഫെക്റ്റ്ലി പ്രൈസ്ഡ്. ഇതാണ് നല്ല പ്രൈസ്. ഇനി നിങ്ങൾ നോക്കിയാൽ മതി, റെഡ്മി എത്ര ലോഞ്ച് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാം. 32,000 രൂപയ്ക്കാണ് 13 Pro Plus ലോഞ്ച് ചെയ്തത്. 32,000. അതിൻ്റെ കൂടെ 3,000 രൂപ ഇട്ടാൽ ഈ ഫോൺ നിങ്ങൾക്ക് എടുക്കാം, നിയോ 9 Pro. എല്ലാം ബെറ്ററാണ്. എവിടാണ് വിഷയം എന്ന് പറയാം, കർവ്ഡ് ഡിസ്പ്ലേ ഇല്ല, ശരി, അത് പ്രാക്ടിക്കൽ യൂസിൽ കുറേ പേർക്ക് ഇഷ്ടമാണ്, ശരിയാ. പക്ഷെ അല്ലാതെ എന്താണ് നിങ്ങൾക്ക് എക്സ്ട്രാ പറയാനുള്ളത്? ചിപ്പ് സെറ്റിൻ്റെ കാര്യത്തിൽ, ബാക്കി കാര്യത്തിൽ, ക്യാമറയുടെ കാര്യത്തിൽ 200 വെച്ചാൽ പോരാ, അതിനനുസരിച്ച് പണിയെടുക്കണം. അതിൻ്റെ 200 ഇതും തമ്മിൽ ഞാൻ നോക്കിയിട്ട് ഈക്വൽ ആകും. സോ ഇതുകൊണ്ടാണ് നമ്മൾ അതിനെ നെഗറ്റീവ് അടിച്ചത്, മനസ്സിലായി? ഈ ഒരു ഫോൺ വരുമ്പം ഒരു ഫോണിൻ്റെ പ്രൈസ് ആണ് അതിനെ തീരുമാനിക്കുന്നത്, അത് മോശമാണോ നല്ലതാണോ എന്ന് ഒരു കാരണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ. ഒരു ഫോൺ ഡിറ്റർമൈൻ ചെയ്യുന്ന അതിൻ്റെ കോമ്പറ്റീറ്റർ വെച്ചാണ്. കോമ്പറ്റീഷൻ ബെറ്റർ തരുന്നുണ്ടെങ്കിൽ ആ ഫോൺ ഉറപ്പായിട്ട് അവിടെ പരാജയപ്പെടും. നമ്മൾ ജീവിക്കുന്ന തന്നെ കോമ്പറ്റീറ്റീവ് സൊസൈറ്റിയിലാണ്. നമ്മൾ താന്നു പോയി കഴിഞ്ഞാൽ എതിരെ കോമ്പറ്റീഷൻ കയറിപ്പോകും, നമുക്ക് വിലയില്ലാതാവും, സ്വാഭാവികം. അത് തന്നെയാണ് ഇവിടെ. അല്ലാതെ ഒരു ബ്രാൻഡ് ഈ പറഞ്ഞ പോലെ ബ്രാൻഡിനെ നമ്മൾ നെഗറ്റീവ് അടിക്കണോ, അതിൻ്റെ പ്രൈസിന് എന്നാ കുഴപ്പം, ഇതല്ല. നമ്മൾ പ്രാക്ടിക്കൽ നോക്കാം. പിന്നെ 37,000 രൂപ ഈ പറഞ്ഞ റേറ്റൊക്കെ കുറവാണെന്നൊന്നും അല്ല. ഞാൻ ഈ ഫോൺ മേടിച്ച് 37,000 രൂപ EMI എനിക്ക് നന്നായിട്ട് അറിയാം ഇതിൻ്റെ വിഷമം എങ്ങനെയാണെന്നുള്ളത്.
കറക്റ്റായിട്ട് അറിയാം. നമ്മളും എന്താ പറയുക കഷ്ടപ്പെട്ട് തന്നെ. അപ്പോൾ ഇത് എന്തിനാ ബ്രോ മേടിച്ചെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ കിടന്ന് അലക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ 8+ Gen 1 ഉപയോഗിച്ചിട്ട് അലക്കണ്ടേ. അല്ലാതെ ഞാൻ ചുമ്മാ ഇത് ഇങ്ങനെയാണെന്ന് പറയാം. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പേഴ്സണലി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അടുത്ത കാര്യങ്ങൾ ചെയ്യും. സോ ഇതാണ് മൊത്തത്തിലുള്ള കാര്യം. ഈ ഒരു പ്രൈസ് മീൻസ് നോർമൽ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൈസ് വളരെ കൂടുതലാണ്, ശരിയാണ്. പക്ഷേ ഈ ഫോണിൻ്റെ വാല്യൂ അനുസരിച്ച് ഈ ഫോൺ പെർഫെക്റ്റ്ലി പ്രൈസ്ഡ് ആണ്. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇത് ചിലർക്ക് അംഗീകരിക്കാൻ പറ്റുമായിരിക്കും, ചിലർക്ക് എതിർപ്പുണ്ടാകും. എതിർപ്പുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് എതിർപ്പ്. നിങ്ങളുടെ കാരണം മൊത്തം വ്യക്തമാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അംഗീകരിക്കും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പോയിന്റ്സ് പറയുമ്പോൾ ആ പോയിന്റ്സിൽ കാരണം സത്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എതിർക്കുന്നതിൽ എന്ത് ഇതാണുള്ളത് ഞാൻ അംഗീകരിക്കും. സോ ഇതാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. ഇറ്റ്സ് പെർഫെക്റ്റ്ലി പ്രൈസ്ഡ്, അടിപൊളി. ഇനി നമുക്ക് നത്തിങ് ഫോർ 2 ആണ് അടുത്ത പ്രതീക്ഷയ്ക്കുള്ള വകുപ്പ്. എന്തായാലും Neo 9 Pro തകർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ക്യാമറയിൽ വലിയൊരു ബിഗ് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടില്ല. അത് മാത്രമേ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നുള്ളൂ. പിന്നെ സോഫ്റ്റ്വെയറും അല്ലാതെ അങ്ങനെയൊന്നും തോന്നുന്നില്ല. എനിവേ ഇത്രയൊക്കെയുള്ള പറയാൻ കൂടുതൽ തള്ളാനൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും